ഇന്നലെ ലൈവിൽ ജാസ്മിൻ ഗബ്രിയുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ന് ഞാനൊരു കാര്യം മനസ്സിലാക്കി. റോക്കിയെ ട്രിഗർ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒന്ന് കൈ പിടിച്ചാൽ പോലും മതി, റോക്കി ട്രിഗർ ആകും. അതുകൊണ്ട് തന്നെ അത് ഞാനിന്ന് മനസ്സിലാക്കിയെന്ന് ഇന്നലെ ജാസ്മിൻ പറയുന്നുണ്ട്. അപ്പോൾ അതിന് മറുപടിയായിട്ട് ഗബ്രി പറഞ്ഞത്, എനിക്ക് അവനെ ട്രിഗർ ചെയ്യാൻ വളരെ സിമ്പിളാണ്, നിസ്സാരമായിട്ട് എനിക്കത് ചെയ്യാൻ പറ്റും, ഒറ്റയ്ക്ക് അത് ചെയ്യാൻ പറ്റും എന്ന് ഗബ്രി മറുപടിയായിട്ട് ജാസ്മിൻ്റെ അടുത്തും പറയുന്നുണ്ട്. അതായത് ജാസ്മിൻ പറഞ്ഞത് ഇവർ രണ്ടുപേരും ജസ്റ്റ് ഇങ്ങനെ കൈ പിടിച്ചിരിക്കുന്നത് പോലും റോക്കിക്ക് ട്രിഗർ ആകുന്നുണ്ട് എന്നാണ് ജാസ്മിൻ പറഞ്ഞത്. അപ്പോൾ അതിന് മറുപടിയായിട്ടാണ് നമ്മുടെ ഗബ്രി പറയുന്നത്, എനിക്ക് ഒറ്റയ്ക്ക് തന്നെ, അതായത് കൈ പിടിച്ചിരിക്കാതെ തന്നെ അവനെ ട്രിഗർ ചെയ്യാൻ പറ്റുമെന്ന്. ആക്ച്വലി റോക്കി ഇന്നലെ ട്രിഗർ ആയി എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഇവർ വിചാരിക്കുന്നത് പോലെ ഒരു ഈസി ആയിട്ട് കീഴ്പ്പെടുത്താൻ പറ്റുന്ന ഒരു പ്ലെയർ അല്ല റോക്കി. ഒരുപക്ഷെ ആ വീട്ടിനകത്തുള്ളതിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് റോക്കി. പവർഫുൾ എന്ന് ഞാൻ പറഞ്ഞ മസിലിൻ്റെയോ അല്ലെങ്കിൽ ഇടിയുടെയോ കണക്ക് വെച്ചിട്ടൊന്നുമല്ല. പക്ഷേ ഒരു കണ്ടസ്റ്റൻ്റ് എന്നുള്ള നിലയിൽ ശരിക്കും പറഞ്ഞാൽ റോക്കി ഒരു സ്ട്രോങ് പ്ലെയർ ആണ്. സോ എളുപ്പമായിരിക്കില്ല റോക്കിയെ വീഴ്ത്തുക എന്ന് പറയുന്നത്. എന്നിരുന്നാലും ഇന്നലെ അത് ട്രിഗർ ചെയ്യുന്നതിൽ ഒരു പക്ഷേ ജാസ്മിനും ഗബ്രിക്കും വിജയിക്കാൻ സാധിച്ചു എന്നത് സത്യമാണ്. പക്ഷെ അത് എപ്പോഴും അങ്ങനെ ആകണമെന്നുമില്ല.